വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും NIOS അക്കൗണ്ടൻസിയിലെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, ഇതിന്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവര് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ഓക്കെ, അപ്പൊ ഇതിൽ രണ്ടാമത്തെ ചോദ്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ ചോദ്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലെന്തുണ്ട്? സബ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലെ, 1, 2 വരുന്നുണ്ട്. ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ രണ്ടും ഡിസ്കസ് ചെയ്യും. ഓക്കെ, വാട്ട് വിൽ ബി ദ ഇഫക്റ്റ് ഓഫ് ദി ഫോളോവിങ് ട്രാൻസാക്ഷൻ ഓൺ ദി അക്കൗണ്ടിങ് ഇക്വേഷൻ? ഇതെന്താണ്? അക്കൗണ്ടിങ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട ഭാഗമാണ് അല്ലെ. ചാപ്റ്റർ 4 വരുന്നതാണ്. അക്കൗണ്ടിങ് ഫോർ ബിസിനസ് ട്രാൻസാക്ഷൻസിൽ വരുന്നുണ്ട് എന്ത്? അക്കൗണ്ടിങ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ ചോദ്യം എന്താണ്? ഇതാണ് അല്ലെ. ഇത് എന്തൊക്കെ എഫക്റ്റാ വരുന്നത് നമുക്ക് നോക്കാം. ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ് ടു രാം കോസ്റ്റ് rupees 20,000 ഫോർ 25,000 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 20,000 വിലയുള്ള സാധനങ്ങൾ 25,000 രൂപക്ക് 25,000 രൂപക്ക് രാമിന് കടത്തിന് വിറ്റു. അത്രേ ഉള്ളൂ. എന്താ പറഞ്ഞത്? 20,000 സാധനങ്ങൾ എന്ന് പറയുമ്പോൾ 20,000 ഗുഡ്സ് 25,000 രൂപക്ക് രാമിന് വിറ്റു. എങ്ങനെ വിറ്റത്? കടത്തിനാണ് വിറ്റത്, ക്യാഷിനല്ല, കടത്തിനാണ് വിറ്റത്. അപ്പൊ അത് അക്കൗണ്ടിങ് ഇക്വേഷനിൽ എങ്ങനെ എഫക്ട് ചെയ്യുമെന്ന് നോക്കാം. നമുക്ക് അതിന്റെ ആൻസർ നോക്കാം അല്ലെ. എന്തൊക്കെ എഫക്ട് വരുന്നത്? 20,000 രൂപയുടെ സാധനങ്ങൾ മൈനസ് ആയി അല്ലെ. ഗുഡ്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എത്ര പോയി? സ്റ്റോക്ക് അല്ലെങ്കിൽ ഗുഡ്സ് എത്ര പോയി? -30,000 ആണ്. സംശയം ഉണ്ടോ? സോറി, -20,000. 20,000 ഗുഡ്സ് മൈനസ് ആണ് അല്ലെ. ഞാൻ തൽക്കാലം സ്റ്റോക്ക് എന്നുള്ളതിന്റെ ഇത് കൊടുക്കുന്നു അല്ലെ. 20,000 ഗുഡ്സ് പോയി. സംശയം ഉണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ ക്യാഷിന് വിറ്റതാണെങ്കിൽ 20,000 ക്യാഷ് വന്നു എന്ന് 25,000 ക്യാഷ് വന്നു എന്ന് കാണിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ എന്തില്ല? ക്യാഷിനല്ല. ക്യാഷിനാണോ? അല്ല, കടത്തിനായതുകൊണ്ട് പൈസ തരാനുള്ള ആളുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ 25,000 ഡെപ്റ്റേഴ്സ് വരുന്നു. എന്താണ്? 25,000 ഡെപ്റ്റേഴ്സ്. 25,000 ഡെപ്റ്റേഴ്സ്. സ്റ്റോക്ക് എന്തേ? 20,000 പോയി. ക്ലിയർ? സ്റ്റോക്ക് 20,000 പോയി. പിന്നെന്താ വരുന്നത്? 25,000 ഡെപ്റ്റേഴ്സ് വന്നു അല്ലെ. നമ്മൾ കടത്തിന് വിറ്റ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? പൈസ തരാനുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ 25,000 എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സ് ആണ്. ഈ രാം എന്ന് പറയുന്നത് ഡെപ്റ്റർ ആണ്. കടത്തിന് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ രാം എന്ത് ചെയ്യണം? നമുക്ക് പൈസ തരാനുണ്ട്. അപ്പൊ രാമിനെ നമുക്ക് എന്ത് വിളിക്കാം? നമ്മുടെ ഡെപ്റ്റർ എന്ന് വിളിക്കാം. അപ്പൊ 20,000 ഗുഡ്സ് നമുക്ക് മൈനസ് ആയിട്ടുണ്ട്, വിറ്റപ്പ് പോയി. അപ്പൊ 25,000 എന്താണ്? നമുക്ക് പൈസ കിട്ടാണ്ടായി അല്ലെ, കിട്ടാനായി. അപ്പൊ ഡെപ്റ്റേഴ്സ്. പിന്നെന്താ വരുന്നത്? 20,000 സാധനം 25,000 വിറ്റത്, അതുകൊണ്ട് എന്താ വരിക? 5,000 നമുക്ക് ലാഭമാണ് വരിക. അപ്പൊ നമ്മൾ 5,000 ലാഭം വരിക എന്ന് പറയുമ്പോൾ 5,000 എന്ത് ചെയ്യണം? ക്യാപിറ്റൽ കൂടുക ചെയ്യുക. 5,000 എന്ത് ചെയ്യും? ക്യാപിറ്റൽ കൂടുകയാണ് ചെയ്യുക. കാര്യം ക്ലിയർ അല്ലേ? 20,000 സാധനം പോയി, അപ്പോൾ 20,000 ഗുഡ്സ് പോയി. ക്ലിയർ? പിന്നെന്താ ഉള്ളത്? 25,000 ഡെപ്റ്റേഴ്സ് വന്നു. ഈ സ്റ്റോക്ക് എന്ന് പറഞ്ഞാലും ഈ പറയുന്ന ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാലും അസറ്റ് തന്നെയാണ്. പിന്നെ 5,000 ക്യാപിറ്റൽ 5,000 ക്യാപിറ്റൽ കൂടുകയും ചെയ്തു. അതാണ് ഈ ഒരു ട്രാൻസാക്ഷന്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഓപ്ഷനിൽ ഉണ്ടോ നോക്കണം. അസറ്റ് 25,000 ആണ് അല്ലെ. 25,000 ഡെപ്റ്റേഴ്സ് കൂടിയിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ എന്താണ്? സൺഡേ ഡെപ്റ്റേഴ്സ് 20,000 കുറഞ്ഞിട്ടുണ്ട്. സോറി, സ്റ്റോക്ക് 20,000 കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ആൻസർ അല്ല, ഉറപ്പിക്കാം. പിന്നെ നമുക്ക് ഓപ്ഷനിൽ നമുക്കിപ്പോ ഇങ്ങനെ തന്നെ നോക്കാം. ഡൗട്ട് ഉള്ളവർക്ക് ബാധ്യത കൂടിയിട്ടുണ്ട്. അവിടെ കടത്തിന് വിറ്റ് കഴിഞ്ഞാൽ ലാബിലിറ്റി ഉണ്ടാവോ? അപ്പൊ എന്തുകൊണ്ടും അത് ഓപ്ഷൻ അല്ല എന്ന് ആർക്കും മനസ്സിലാക്കാം. പിന്നെ അതേപോലെ ആൻഡ് ക്യാപിറ്റൽ 0, ക്യാപിറ്റൽ മാറ്റം വന്നില്ലേ? 5,000 മാറ്റം വന്നില്ലേ? അപ്പൊ അതെന്തായാലും ഓപ്ഷൻ അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. രണ്ടാമത്തെ നോക്കി, അസറ്റ് 20,000
അസറ്റ് 20,000 ആണോ മാറ്റം വരുന്നത്? 20,000 കുറഞ്ഞിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഡെപ്റ്റേഴ്സ് 25,000 കൂടിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അവിടെ എത്രയേ ഉള്ളൂ? അസറ്റിൽ 5,000 ഇൻക്രീസേ വന്നിട്ടുള്ളൂ. ക്ലിയർ? അപ്പൊ അതല്ല ആൻസർ. പിന്നെ ലയബിലിറ്റി ഇല്ല, അവിടെയും ലയബിലിറ്റി വരുന്നുണ്ട്. ലയബിലിറ്റി ഇവിടെ വന്നിട്ടേ ഇല്ല, അതുകൊണ്ട് ആ ഓപ്ഷൻ തെറ്റാന്ന് അപ്പം തന്നെ മനസ്സിലാക്കാം. പിന്നെ ക്യാപിറ്റൽ, ഇവിടെ ക്യാപിറ്റൽ 5,000 തന്നിട്ടുണ്ട്, അപ്പൊ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ രണ്ടും ഇല്ല. ഇനിയിപ്പോ ലയബിലിറ്റി ഉണ്ടോ? ഇല്ല. എങ്ങനെയാണെങ്കിലും നമ്മൾ ഉത്തരത്തിലായിട്ട് യാതൊരു ബന്ധവുമില്ല. ക്ലിയർ? പിന്നെ ഇത്രയും കാര്യങ്ങളും തന്നിട്ടുണ്ട്, അല്ലാതെ വേറെ ഡീറ്റെയിൽ ഒന്നും വന്നിട്ടില്ല അല്ലെ? അപ്പൊ നമുക്ക് എന്താ ഇതിൽ ഓപ്ഷൻ വരിക? നൺ ഓഫ് ദീസ് ആണ് നമുക്ക് ഇത് ഓപ്ഷൻ. ഈ ഓപ്ഷനിലൊന്നും ഇല്ല, നമുക്ക് വേണ്ട ആൻസർ ഇല്ല. ക്ലിയർ? ഇനി അടുത്ത്, അപ്പൊ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻസർ എഴുതുമ്പോൾ എന്ത് ചെയ്യുക? 2-ൽ 1. ഉത്തരം എന്താണ്? ഡി ആണെങ്കിൽ ഡി എന്ന് എഴുതിയാൽ മാത്രം പോരാ, നൺ ഓഫ് ദീസ് എന്നത് കൂടെ ആഡ് ചെയ്യണം. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്പർ 2 ആണ് അല്ലെ? ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ ബി ഇൻക്രീസ്ഡ് ആൻഡ് ഡിക്രീസ്ഡ് ബൈ ദ സെയിം എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യാം? ഒരേ എമൗണ്ട് തന്നെ കൂടുകയും കുറയുകയും ചെയ്യുന്ന രീതിയിലുള്ള ഐറ്റം ഏതാണ് എന്ന് ചോദിച്ചിട്ടുള്ളത്. ഇത് ശരിക്കും ക്വസ്റ്റ്യൻ എന്താണ്? തെറ്റാണ്. ഇതിക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ഉത്തരം ഇല്ല എന്ന് പറയാം. ഇവിടെ പിന്നെ അവർ കൊടുത്തുള്ള ആൻസർ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. അവർ ഉത്തരമായിട്ട് കൊടുത്തിട്ടുള്ളത് കറക്റ്റ് ആയിട്ട് ഇതിലൊരു ചോയ്സ് ഇല്ല എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ക്ലിയർ? ഇതിലെന്താ അങ്ങനെ ഒരു ഓപ്ഷൻ ആയിട്ട് ശരിക്ക് ഇല്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. എന്താ വെച്ചാല് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മുൻകൂട്ടി കിട്ടി എന്നുള്ളതാണ്. ക്ലിയർ? അതേപോലെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കൊടുക്കാനുണ്ട് പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ അടുത്തെന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പ്രൊവൈഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ അതൊരു ഇൻകം ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ അത് ഇൻകം ആണ്. എന്നാൽ ഒരു ഓണറെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവരുടെ ക്യാപിറ്റൽ കുറക്കുന്ന ഐറ്റമാണ്. ഇത് ക്യാപിറ്റൽ കുറക്കുന്ന ഐറ്റം ആണ് എന്ന് ശരിയാണ്, പക്ഷെ അവിടെ ക്യാപിറ്റൽ കൂടുന്ന ഐറ്റം അല്ല. അതുകൊണ്ട് എന്ത് പറയാം? ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഇല്ല എന്ന് പറയാം. അതിൽ കൊടുത്തുള്ള ആൻസർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ കുറയുന്ന ഒരു ഐറ്റം എന്ന് വന്നുകൊണ്ട് മാത്രം നമുക്ക് ഓപ്ഷൻ സി വേണമെങ്കിൽ കൊടുക്കാം. കറക്റ്റ് ആയിട്ട് അതിനൊരു ഉത്തരം ഇല്ല എന്ന് തന്നെ പറയാം. ക്വസ്റ്റ്യനിൽ ചില തെറ്റുകളും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആൻസർ കീ തന്നിട്ടുണ്ട്, അതിലും ഒരുപാട് തെറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്താണ്? അതിൽ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ? എറർ ഓഫ് പ്രിൻസിപ്പിൾ ഈസ് 4 ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട് അല്ലേ? അതിൽ ഏതാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ? നമുക്കറിയാം എറേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് നമുക്ക് പഠിക്കാം അല്ലേ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ നേരിട്ട് കടക്കുന്നില്ല. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പോൾ എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്താണ്? ഇതിൽ ആദ്യം എറർ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് നോക്കണം അല്ലേ? അപ്പോൾ അതിൽ എറർ ഉണ്ടെങ്കിൽ എറർ ഓഫ് പ്രിൻസിപ്പിൾ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റത്തെ കേസ് എന്താണ്? ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് മിഷനറീസ് റെക്കോർഡ് ഇൻ ദ പർച്ചേസ് ബുക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഒന്നാമത്തെ ചോദ്യം പറഞ്ഞപ്പോൾ ജേണൽ പ്രോപ്പർ, പർച്ചേസ് ബുക്ക്, അതേപോലെ തന്നെ അല്ലേ സെയിൽസ് ബുക്ക് ഒക്കെ നമ്മൾ ക്യാഷ് ബുക്ക് ഒക്കെ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കി, ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് മിഷനറി ഈസ് റെക്കോർഡ് ഇൻ ദ പർച്ചേസ് ബുക്ക്. അത് ശരിയാണോ തെറ്റാണോ? ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണെങ്കിൽ എവിടെ വരിക? പർച്ചേസ് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യാം അല്ലേ? ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് മിഷനറി ആണെങ്കിൽ എവിടെ വരിക? ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണെങ്കിൽ എവിടെ വരിക? പർച്ചേസ് ബുക്ക്. ക്ലിയർ? എന്നാൽ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് മിഷനറി എന്ന് വരികയാണെങ്കിൽ പർച്ചേസ് ബുക്കിലല്ല വരിക. എവിടെ വരിക? ജേണൽ പ്രോപ്പറിലാണ് വരിക. ക്ലിയർ? ജേണൽ പ്രോപ്പറിലാണ് വരിക. ക്ലിയർ? അപ്പൊ അത് തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത് നോക്കാം. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് മിഷനറി ഈസ്
റെക്കോർഡഡ് ഇൻ ദ ജേർണൽ പ്രോപ്പർ. അത് കറക്റ്റ് ആണ് അല്ലേ? ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് മിഷനറി എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? ജേർണൽ പ്രോപ്പറിലാണ്. അപ്പൊ ഇത് ശരിയാണ്, ഉത്തരം ശരിയാണ്. എന്താ എറർ അല്ല. നമ്മോട് ചോദിച്ചിട്ടുള്ള എന്താണ്? എററോ പ്രിൻസിപ്പിളാ. അപ്പൊ ഇത് പരിഗണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് പരിഗണിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് കറക്റ്റ് ആണ്. ഇവിടെ നമ്മോട് ചോദിച്ച് എററോ പ്രിൻസിപ്പിൾ ആണ്. ക്ലിയർ? ഇനി അടുത്തെന്താ? ക്രെഡിറ്റ് പർച്ചേസ് ഗുഡ്സ് ആർ റെക്കോർഡഡ് ഇൻ ദ പർച്ചേസ് ബുക്ക്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കി. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടത്തിന് നമ്മൾ സാധനങ്ങൾ വാങ്ങി എന്നാണ്. അതെവിടെ റെക്കോർഡ് ചെയ്യാം? പർച്ചേസ് ബുക്കിൽ. നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ശരിയല്ലേ? അപ്പൊ അതും ശരിയാണ്, അതും തെറ്റല്ല. അപ്പൊ അതിനെ മാറ്റി വെച്ചു. പിന്നെ നമുക്കിപ്പോ ഓപ്ഷനുള്ള ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെന്താ ഉള്ളത്? നൺ ഓഫ് ദീസും ഉണ്ട്. ഇത് എററാണ്. ഇത് എററോ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഉത്തരം നൺ ഓഫ് ദീസ് ആണ്. അപ്പൊ നമ്മൾ നോക്കാനുള്ള എന്താണ്? എററോ പ്രിൻസിപ്പിൾ ആണോ എന്ന് നോക്കുക. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് മിഷനറീസ് റെക്കോർഡ് ഇൻ ദ ജേർണൽ പ്രോപ്പർ എന്നുള്ളതാണ് ഉത്തരം അല്ലെ? ജേർണൽ പ്രോപ്പറിൽ റെക്കോർഡ് ചെയ്യേണ്ടത് എന്താണ്? അവർ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് എന്ത് എററാണ്? എററോ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ്? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരേണ്ടത്. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് മിഷനറീസ് റെക്കോർഡ് ഇൻ ദ പർച്ചേസ് ബുക്ക് എന്നുള്ളതാണ് എററോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സബ് ക്വസ്റ്റ്യൻ 2. വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം? ഇത് ചാപ്റ്റർ 13 ചോദ്യമാണ്. ഫസ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 13 ചോദ്യമാണ്. വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം? എന്താണ് ഇതിൽ ഏതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്? അതെന്താണ്? TPS ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഫസ്റ്റ് ഇതെന്താ വരിക? TPS ആണ്. തിയറി പോർഷൻ ആണ് അല്ലെ? ഇനി അടുത്തതിലേക്ക് കടക്കാം. നാലാമത്തെ ചോദ്യമാണ്. നാലാമത്തെ ചോദ്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? അതിലും ഇതേപോലെ 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഓർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഒന്നാമത്തെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ്? ആഫ്റ്റർ പ്രൊവൈഡിങ് ദ ട്രയൽ ബാലൻസ് ദ അക്കൗണ്ടന്റ് അല്ലെ? ആഫ്റ്റർ പ്രൊവൈഡിങ് ദ ട്രയൽ ബാലൻസ് ദ അക്കൗണ്ടന്റ് ഫൈൻഡ്സ് ദാറ്റ് ദ ടോട്ടൽ ഓഫ് ഡെബിറ്റ് സൈഡ് ഈസ് ഷോർട്ട് ബൈ 2500. ദ ഡിഫറൻസ് വിൽ ബി. എന്താണ് ചോദിച്ചത്? അപ്പൊ എന്താ പറഞ്ഞുള്ളത്? ട്രയൽ ബാലൻസില് ഡെബിറ്റ് സൈഡിൽ ഇങ്ങനെ അല്ലെ? ടോട്ടൽ ഓഫ് ഡെബിറ്റ് സൈഡ് ഈസ് ഷോർട്ട് ബൈ 2500 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെബിറ്റ് സൈഡിൽ എന്തുണ്ട്? ഒരു 2500 കുറവുണ്ട്. അപ്പൊ ആ 2500 കുറവ് എന്ന് പറയുന്നത് ഏത് അക്കൗണ്ടിലേക്കാണ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എന്താ പറഞ്ഞത്? ക്രെഡിറ്റഡ് ടു സസ്പെൻസ് അക്കൗണ്ട്. ഇതെന്താ? ട്രയൽ ബാലൻസ് ഇങ്ങനെ വരും അല്ലേ? പർട്ടിക്കുലേഴ്സ് അതേപോലെ എന്താണ്? DR CR എന്ന് വരും അല്ലെ? ഡെബിറ്റ് സൈഡിലാണ് കുറവുള്ളത് അല്ലെ? ക്രെഡിറ്റ് സൈഡിൽ കൂടുതലും ഡെബിറ്റ് സൈഡിൽ കുറവാണെങ്കിൽ അപ്പൊ കുറവുള്ള ഭാഗത്താണ് എന്ത് വെച്ചുകൊടുക്കേണ്ടത്? ആ എമൗണ്ട് വെച്ചുകൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഡെബിറ്റഡ് ടു സസ്പെൻസ് അക്കൗണ്ട്. ഇങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ എന്ത് വെച്ചിട്ടാണ് നമ്മൾ എറർ റെക്ടിഫൈ ചെയ്യുക? സസ്പെൻസ് അക്കൗണ്ട് വെച്ചിട്ടാണ് അത് എറർ കറക്റ്റ് ചെയ്യുക. അപ്പൊ ഡെബിറ്റഡ് ടു സസ്പെൻസ് അക്കൗണ്ട് എന്നുള്ളതാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. ഞാൻ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആൻസർ കീ പറയുന്നില്ല. ആൻസർ കീയിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. ഈ പറഞ്ഞതിലൊക്കെ എന്താണ്? ഇപ്പൊ നമുക്ക് നോക്കാം. ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ 4 ഉത്തരം എന്ന് പറയുന്നത് അവർ കൊടുത്തിട്ടുള്ളത് A എന്നുള്ളതാണ് ഉത്തരമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ A എന്നുള്ളതാണ് അവർ ഉത്തരമായിട്ട് കൊടുത്തത്. സസ്പെൻസ് അക്കൗണ്ടിൽ ക്രെഡിറ്റിലല്ല വരിക. എവിടെ വരിക? നമുക്കറിയാം ഡിഫറൻറ്റ്. ഇത് എവിടെ പറഞ്ഞു? ഡെബിറ്റ് സൈഡ് ഈസ് ഷോർട്ട് ബൈ ₹2500 പറഞ്ഞാൽ എന്താ? ഡെബിറ്റ് സൈഡിൽ 2500 ഷോർട്ട് ആണ്. അപ്പൊ ഷോർട്ടുള്ള സൈഡിലാണ് എന്ത് വരിക? സസ്പെൻസ് അക്കൗണ്ട് വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇതെന്തായാലും ഉത്തരം വരൂല. അടുത്തെന്താണ്? ഡെബിറ്റഡ് ടു സസ്പെൻസ് അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ടിലാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ഇതാണ് നമുക്ക് ഉത്തരമായിട്ട് വരേണ്ടത്. ക്ലിയർ? ബാക്കിയുള്ള നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആൻസർ കീയിൽ ഒരുപാട് തെറ്റുകളുണ്ട്. അത് മാത്രം നോക്കരുത്. നിങ്ങൾ ആൻസർ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യണം. ക്ലിയർ? ഇപ്പൊ നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം വളരെ രസകരമായിട്ടുള്ള ചോദ്യമാണ്. സീത വാണ്ട്സ് ടു ഇൻസ്റ്റാൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ബട്ട് ഹെർ ബഡ്ജറ്റ് ഈസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? സീതക്ക് എന്ത് വേണം? അവര് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിലേക്ക് മാറാൻ പോവുകയാണ് അല്ലെ?
അപ്പോൾ അവരുടെ ബജറ്റ് ലോ ആണ് അല്ലേ, അവർക്ക് പൈസ കുറവാണ്, അപ്പോൾ കുറഞ്ഞ പൈസക്ക് കിട്ടുന്ന നല്ല രീതിയിലൊക്കെയാണ് താല്പര്യം അല്ലേ, ബജറ്റ് ലോ ആണ്. വിച്ച് സോഫ്റ്റ്വെയർ ഷീ ഷുഡ് ഓപ്റ്റ് ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് സോഫ്റ്റ്വെയർ ആണ് അവർ ചൂസ് ചെയ്യുക. ഇതൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണം, അവരെ ബജറ്റ് ലോ ആണ്, അപ്പോൾ അവർ ഏതാണ് ഇതിൽ ചൂസ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒന്നാമത്തെ എന്താണ്, റെഡി ടു യൂസ് സോഫ്റ്റ്വെയർ ആണ്. എന്ന് പറഞ്ഞാൽ എന്താ, റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്, നമുക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതല്ല, ജനറൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ് അല്ലേ. ഇപ്പൊ നമുക്ക് വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഒക്കെ എന്താ വരുന്നത്, ജനറൽ ആയിട്ട് വരുന്നതാണ്. അതൊക്കെ റെഡി ടു യൂസ് ആണ് അല്ലേ, റെഡി ടു യൂസ് സോഫ്റ്റ്വെയർ ആണ് ഒന്നാമത്തെ വരുന്നത്. ക്ലിയർ? ഇനി അതാണ് ഏറ്റവും ചെലവ് കുറഞ്ഞതാണെന്ത്, റെഡി ടു യൂസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അടുത്തെന്താണ്, കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ റെഡി ടു യൂസ് സോഫ്റ്റ്വെയറിൽ തന്നെ എന്ത് ചെയ്യുക, കുറച്ച് കസ്റ്റമൈസേഷൻ വരുത്തുന്നതിനാണ് നമ്മൾ കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ എന്ന്. കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഇതുമായി ഇപ്പം നമുക്ക് വേറെ എന്തുണ്ട്, കസ്റ്റമൈസർ അറിയുമ്പോൾ നമ്മൾ ഫുള്ള് കസ്റ്റമൈസ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ തൊട്ട് താഴത്ത് ടൈലർ മെയ്ഡും കൂടി കൊടുത്തപ്പോൾ അതാണ് ശരിക്കും ഫുള്ളി കസ്റ്റമൈസറായി വരുന്നത്. ക്ലിയർ? ഇതെന്താണ്, റെഡി ടു യൂസ് അറിയുമ്പോൾ എന്താണ്, ജനറൽ ആയിട്ട് എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണിത് റെഡി ടു യൂസ് എന്ന് പറയുന്നത്. അടുത്തെന്താണ്, കസ്റ്റമൈസർ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പറയുന്ന റെഡി ടു യൂസ് സോഫ്റ്റ്വെയറിൽ എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ വരുത്താൻ പറ്റുന്ന രീതിയിലുള്ളതാണ് എന്ത്, കസ്റ്റമൈസർ സോഫ്റ്റ്വെയർ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തെന്താണ്, ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ റിക്വയർമെന്റ് എന്താണോ അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ട് കസ്റ്റമൈസറായി മാറുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ മൂന്നും ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റ് ചെയ്യാനാണ്ട് വരിക ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയറിനെ വരിക. കാരണം എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് വേണ്ട രീതിയിൽ ചെയ്യിപ്പിക്കുന്നതാണത്, അപ്പൊ അതിന് കോസ്റ്റ് കൂടും. ഓക്കെ. ഇനി അടുത്തത്, അപ്പൊ ഇത്രയും ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഈ 3 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇവിടുത്തെ ഉത്തരം ഏതാണ്, ബജറ്റ് കുറവുള്ള ആള് ഏത് സെലക്ട് ചെയ്യുക, പൈസ കുറവുള്ളല്ലേ, അപ്പൊ ഇയാൾ എന്ത് എടുക്കുള്ളൂ, റെഡി ടു യൂസ് സോഫ്റ്റ്വെയർ എടുക്കുള്ളൂ. ക്ലിയർ? ഈ ഓപ്ഷൻ 3 ഉള്ളെങ്കിൽ. പക്ഷേ 4ാമത്തെ ഓപ്ഷൻ പറഞ്ഞെന്താണ്, ഷീ ക്യാൻ ബൈ എനി ഓഫ് ദീസ്, ഓൾ ദി കോസ്റ്റ് ഈസ് സെയിം എന്ന് പറയുമ്പോൾ എന്താണ്, ഇവർക്ക് എന്ത് ചെയ്യാണ്, എല്ലാ കോസ്റ്റും സെയിം ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഓൾക്ക് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. അതല്ല ഓപ്ഷൻ. പൈസ ഇയാൾക്ക് പറഞ്ഞില്ല എന്താണ്, ഈ ബജറ്റ് ലോ ആണ്, പൈസ ഇപ്പം അയാൾക്കൊരു വിഷയമാണ്. പക്ഷേ ഇവിടെ എന്താ ലാസ്റ്റ് പറഞ്ഞത്, എല്ലാത്തിനും ഒരേ വിലയാണെങ്കിൽ അല്ലേ, എല്ലാത്തിനും സെയിം കോസ്റ്റ് ആണെങ്കിൽ പിന്നെ അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതെങ്കിലും സെലക്ട് ചെയ്താൽ പോരെ, സെലക്ട് ചെയ്താൽ മതി. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇവിടെ എന്താണ്, ഓരോന്നിനും ഇപ്പൊ റെഡി ടു യൂസ് സോഫ്റ്റ്വെയർ ആണ് ഏറ്റവും ഇക്കണോമിക്കൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെലവ് കുറഞ്ഞത് ഇതാണ്, ഇത് അതിലും കൂടുതലാണ്, ഇത് അതിലും കൂടുതലാണ്. ഏറ്റവും കൂടുതൽ കോസ്റ്റ് ഉള്ളത് ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ക്ലിയർ? അപ്പൊ ഇവിടെ ഈ 3 ഓപ്ഷൻ ഉള്ളെങ്കിൽ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് എന്താണ്, റെഡി ടു യൂസ് സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ ഇവിടെ 4ാമത്തെ ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിനും സെയിം കോസ്റ്റ് ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് അല്ലെ, അവൾക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരേണ്ടത്. കോസ്റ്റ് ഒരു മാറ്റർ അല്ലെങ്കിൽ പിന്നെ എല്ലാത്തിനും സെയിം കോസ്റ്റ് ആണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. പല കാര്യങ്ങൾ നോക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് അവർ സെലക്ട് ചെയ്യും. ഓപ്ഷൻ ഡി ആണ് അവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്, 2ാമത്തെ ചോദ്യവും പറഞ്ഞു, അതുപോലെ തന്നെ 3ാമത്തെ ചോദ്യവും അതിൻ്റെ പൂർണ്ണമായ വിശദീകരണങ്ങളും പറഞ്ഞു. ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനാബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുള്ളൂ. ഇതിന്റെ ബാക്കി ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.